ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ്. ഇത് ക്രിസ്മസ് സ്പെഷ്യലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓണാക്കി വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അന്നേരം കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈക്ക് ഒരു മസാല കൊടുക്കാനായിട്ട് 4 വറ്റൽമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. പിരിയമുളകാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് വെന്ത് അതിൻ്റെ ചാറെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ചാറിനകത്തുണ്ടെങ്കിൽ നമ്മളതൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ചെടുത്ത അരപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പെല്ലാം ഇതിനകത്ത് നന്നായിട്ട് പൊതിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകലം വെളിച്ചെണ്ണ കൂടുതലായിട്ട് വേണം. അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരിഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊന്തെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കോൺഫ്ലവറും കൂടി ഇട്ടിട്ടുണ്ടായതുകൊണ്ട് ഈ അരപ്പെല്ലാം നന്നായിട്ട് ഇതിൽ പൊതിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ കൂട്ടി വെച്ച് തന്നെ നമുക്കിതൊന്ന് ആദ്യമേ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തൊന്ന് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം ആരെങ്കിലും ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിത് എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ ആയാലും അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ്. അപ്പം ഈ ക്രിസ്മസിന് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ല രുചിയുടെ വക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അറിയിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും മറക്കാതെ കാണുക. ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പം ഞാനിതിലേക്ക് ഇടാനായിട്ട് കുറച്ച് 2 സവാള
ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാടങ്ങ് ഫ്രൈ ആയിട്ടില്ല. ഈ രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് ഗരം മസാലയുടെ വല്ല കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയോ ഒക്കെ നമുക്ക് എരിവിന് കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. കാര്യം ഞാനിവിടെ പൊടിച്ച കുരുമുളക് പൊടിയല്ല, അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കുറഞ്ഞ പൊടിയാണ്. അപ്പോൾ നമ്മളെ അടിപൊളി ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മളെ വീഡിയോ ഇഷ്ടമായ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.